ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഹൗ ആർ യു ഗൈസ്? എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വ്ളോഗുമായിട്ട് വന്നേക്കാണ്. അപ്പോൾ വെക്കേഷനൊക്കെ ആയിട്ട് ഇപ്പോഴേക്ക് വീട്ടിലിരുന്ന് ബോറടിക്കാനും ഇതിൽ ബോറടി ആയതുകൊണ്ട് നമ്മളിവിടെ ആക്കുളം വില്ലേജ് അല്ലേ, ആക്കുളത്ത് വന്നേക്കാണ്. ഇവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു തരാം. പിന്നെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ വന്നെന്നുള്ളൊരു റീലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഇനാഗ്രേഷൻ ആയ ഇല്ലെന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ എന്നാ കാണാം. അപ്പോൾ നമുക്ക് അതൊക്കെ ഉണ്ടെന്ന് നോക്കാം. പിന്നെ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് കാണാം. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ് ഗൈസ്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ വീഡിയോസ് ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും അകത്ത് കയറാം. ഓക്കെ, കമോൺ. ഇവിടെ എന്തോന്ന് കൊള്ളയെന്നുള്ള മുമ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ ഒന്നും കാണാനില്ല. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. ഇതിവിടുത്തെ സ്വിമ്മിംഗ് പൂളിന്റെ ടൈമിംഗ് ആണ് കേട്ടോ, എത്ര മണി തൊട്ട് എത്ര മണി വരെ എന്നുള്ളതും പിന്നെ ടിക്കറ്റിന്റെ റേറ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബോർഡിൽ കൊടുത്തേക്കുന്ന എന്ത് ടൈപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടെന്നും പിന്നെ അതിൻ്റെ റേറ്റൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ ഇപ്പോൾ ടൈം രാവിലെ 10 മണി 10:05 ആയതേ ഉള്ളൂ. ഇവിടെ എല്ലാം തുറന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഒരു അഡ്വഞ്ചർ പരിപാടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും തുറന്നിട്ടില്ല, തുറന്നു വരുന്നതേ ഉള്ളൂ. ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആരും ഇല്ല കേട്ടോ, ഈ സമയത്തൊന്നും ആരും കാണൂല. വൈകിട്ടൊക്കെ ആണെങ്കിൽ നല്ല ആൾക്കാരാണ്. ഇപ്പോൾ ഇവിടെ പാർക്കൊക്കെ ഓപ്പൺ ആയിട്ടുള്ള കേട്ടോ. അവിടെ ഇവിടെയൊക്കെ അതാ വലിഞ്ഞ് കയറാൻ. 2 ദിവസം മുമ്പ് പനി പിടിച്ച് കിടന്നവളാണ് ഇവിടെ കിടന്നിപ്പം ചാടുന്നത്. പാർക്ക് ഫുൾ ഓപ്പൺ ആണ് കേട്ടോ. ഇവിടെ മറ്റേ അഡ്വഞ്ചർ സംഭവമൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ഇങ്ങനെ അങ്ങറ്റം വരെ ഒരു റോപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുവഴി കൂടെ ഇങ്ങനെ സൈക്കിളൊക്കെ ചവിട്ടി ഇവിടെ വന്ന് ഇറങ്ങാം. ഇങ്ങനത്തെ സൈക്കിൾ ഓട്ടി വരെ, അല്ലാതെ സൈക്കിൾ ഓട്ടണ അപ്പുറത്ത് എവിടെയാണ്. ഇത് മറ്റേ റോപ്പ് വഴി ഇങ്ങനെ പറഞ്ഞൊരു സംഭവമാണ് ഇവിടെ. പക്ഷെ അതൊന്നും ഓപ്പൺ ആയിട്ടില്ല കേട്ടോ. പിന്നെ ഇതാണ് ഇവിടെ ആക്കുളം എക്സ്പ്രസ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇതിലൊക്കെ യുക്ത കയറിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആക്കുളം എക്സ്പ്രസ് സംഭവങ്ങളാണ് കേട്ടോ. ഇലക്ട്രിക്കാണ്, മാരുതിയുടെ സ്റ്റിയറിംഗ് ഒക്കെയാണല്ലേ. അതുകൊണ്ട് അങ്ങ് മണ്ടയിൽ ഐ ലവ് ട്രിവാൻഡ്രം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞ് ഈ രാവിലെ വരുന്നതിനെക്കാട്ടി ഒരു വൈകിട്ടൊക്കെ വരുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം ഇപ്പോഴേ കുറച്ചുകൂടി ആളും കാണുന്നുണ്ട്. അവിടെ ലൈറ്റൊക്കെ ഇടും. ലൈറ്റ് ഇടും. ഈ അഡ്വഞ്ചർ സംഭവം ഈ സമയത്തില്ല കേട്ടോ. ഇവിടെ ഒന്ന് രാവിലെയൊക്കെ ഒന്ന് നല്ല റിലാക്സ് ചെയ്യാം. അവിടെ കിടന്ന് ചെറിയ കളിക്കൊന്നും അമ്മ ഇവിടെ ഒന്ന് ഊഞ്ഞാലാടുന്നു. എന്നിട്ട് നമുക്കൊക്കെ കയറാൻ പറ്റുമെന്തോ. എവിടെ എവിടെ കിഡ്സ് ഉള്ളി, നമുക്കൊന്നും കയറാൻ പറ്റൂല. ഇവിടുത്തെ ആക്ടിവിറ്റി സോണ് അങ്ങ് കുറച്ച് മുകളിലോട്ട് കയറിപ്പോണം. അങ്ങ് അവിടെയൊക്കെ മുകളിലോട്ട് പോകുമ്പം മറ്റേ ഫിഷ് സ്പാ ഒക്കെ ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം നമ്മൾ ഫിഷ് സ്പാ ഒക്കെ ചെയ്തിരുന്നു. അത് നല്ല രസമായിരുന്നു. അപ്പം ഞാൻ പറയും രാവിലെ ഒന്നും വരല്ല കേട്ടോ. ഇവിടെ രാവിലെ ഒരു ആക്ടിവിറ്റി ഏരിയ ഒന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് മണ്ടയിൽ പോയി നോക്കണം ആക്ടിവിറ്റി എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നു. പിന്നെ ഇവക്ക് ബോറടിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ രാവിലെ ഇറങ്ങിയത്. രാവിലെ എന്തെങ്കിലുമൊക്കെ കാണുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ തിരക്കുമില്ല, പിന്നെ പരിപാടികളൊന്നും ഇല്ലെന്ന് തോന്നണം. നമുക്ക് നോക്കാം. എന്തായാലും നമ്മളൊരു 1-1.5-2 മണിക്കൂറോടെ കാണും. വെയിറ്റ് ചെയ്യാം. ഗൈസ്, അവൻ ഇതിലേക്കൂടെ നടന്നു വരാനാണ് അവൻ്റെ പ്ലാന്. വീഴും വീഴും. അയ്യോ, നടക്കൂല. മൈ ഗോഡ് ഗൈസ്, പ്ലെയിനൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഓ ഓ ഓ, വീണ് വീണ് ഗൈസ്. എന്ത് വേണം നടക്കൂല. സീസോയില് കയറാം. സീസോ ഈസോ എനിക്ക് കയറാമെന്ന് പറഞ്ഞൂടാ. ചുമ്മാ കയറാം. സെക്യൂരിറ്റി കൊണ്ട് പിടിച്ചു വെളിയിലാക്കും. അതാണ് ഞാൻ പറഞ്ഞ ഗ്ലാസ് ബ്രിഡ്ജ്. മൊത്തം വവ്വാല് കേട്ടോ. ഇവിടെ പാർക്കിൻ്റെ വന്നതാ. ഇങ്ങോട്ട് വരുമ്പം ഇവിടെ സ്വിമ്മിംഗ് പൂളുണ്ട്, എയർഫോഴ്സ് മ്യൂസിയം, പിന്നെ പെഡൽ ബോട്ട്, മ്യൂസിക്കൽ ഫൗണ്ടെയിൻ ഒക്കെ ഉണ്ട്.
ഇതാണ് എയർഫോഴ്സ് മ്യൂസിയം. ഓ എന്താ എയർഫോഴ്സ് മ്യൂസിയം? 50 രൂപ. കൊച്ചുള്ളവർക്ക് 50, വലിയ ആൾക്കാർക്ക് 100 സ്വിമ്മിങ് പൂളിൽ ഇറങ്ങാൻ. പക്ഷെ പൂളിൽ ഇറങ്ങാന്ന് വെച്ചാൽ ഭയങ്കര വെയിൽ, നല്ല വെയിൽ. ഇപ്പോഴും വൈകിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പൂള് കണ്ടപ്പോൾ എടുത്ത് ചാടാൻ തോന്നും. പക്ഷേ ബാക്കപ്പ് ഡ്രസ്സൊന്നുമില്ല. നമുക്ക് നല്ല ജ്യൂസ് കുടിച്ച് എനർജി ബൂസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മളതാ ഇവിടെ മുകളിലോട്ട് കയറി ആക്ടിവിറ്റി സോണിലെത്തി. സംഭവം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതോ കൊച്ചു പിള്ളേർക്കുള്ളതാണെന്ന് തോന്നുന്നു. നമുക്കൊന്നും കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നോക്കാം. ഇവിടെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, സിമുലേറ്റർ ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ച് കളഞ്ഞെന്ന് തോന്നുന്നു. പിന്നെ മറ്റേ മസാജിങ് കുഷൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഇതിൻ്റെ അതുണ്ടായിരുന്നു. പൊളിച്ച് കഴിഞ്ഞു. ഗ്ലാസ് ബ്രിഡ്ജ് വർക്ക് നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നത്. കയറൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയോ ഇനി പണികൾ കാണുമായിരിക്കും. പെഡൽ ബോട്ടിൽ കയറിയേക്കാണ്. ഇത് ഏജ് ലിമിറ്റ് 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഇതിൽ. ഫ്രണ്ടിലോട്ടാക്ക്, ഫ്രണ്ടിലോട്ട്. തളന്ന് മറിഞ്ഞ് വീഴല്ലേ. വീഴും. ടിപ്പ് സൈക്കിളിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. അടുത്തത് യുക്ത പാർവതി ആണ് സിപ്പ് സൈക്കിളിൽ കയറാൻ പോകുന്നത്. നേരെ നോക്കിപ്പോ. പതുക്കെ പോയാൽ മതി. ഏറിൽ കൂടി സൈക്കിൾ ഓടിക്കുന്ന യുക്ത പാർവതി. ചവിട്ട് യുക്ത, ചവിട്ടിക്കോ. യുക്ത എങ്ങനെ ഉണ്ടായിരുന്നു എയറിൽ സൈക്കിൾ ഓട്ടിട്ട്? പേടി ഉണ്ടായിരുന്നു. അയ്യേ, എന്നിട്ട് നിനക്കല്ലേ അതില് പോണെന്നും പറഞ്ഞ്. ഇത് മൊത്തത്തിൽ 10 ആക്ടിവിറ്റി ചെയ്യാനായിട്ട് 560-70 കണ്ടാണ്. ഇപ്പം സൈക്കിള് മറ്റേ സിപ്പ് സൈക്കിൾ മാത്രം 100 രൂപ. ആക്കുളത്ത് നിന്ന് നിൽക്കുമ്പോഴുള്ള ടോപ്പ് വ്യൂ ആണ് കേട്ടോ. തോണ്ട് അങ്ങ് അറ്റത്തൊരു സംഭവം കാണുന്നുണ്ട്. അതാണ് ലുലു മാൾ കേട്ടോ. ഈ ഗ്ലാസ് ബ്രിഡ്ജും കൂടെ വരുമ്പോൾ ഇവിടെ സെറ്റപ്പ് ആയിരിക്കും കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജ് വന്ന് കാണുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതൊരു ഇനാഗ്രേഷൻ ആയില്ല. ഇവിടെ ഒരു 3 മണി 4 മണി ടൈമിൽ വരണതായിരിക്കും ബെറ്റർ. അപ്പോഴായിരിക്കും കുറച്ചുകൂടി ആൾക്കാരും കാണും, കുറച്ചുകൂടി ആക്ടിവിറ്റീസ് കാണും. ഇവിടെ ആക്ടിവിറ്റീസ് ഇപ്പം കുറവാണെന്ന് തോന്നി. ഇപ്പം കുറച്ച് പണികളൊക്കെ നടക്കണേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വന്നപ്പം കുറച്ചുകൂടി നല്ല രസം ഉണ്ടായിരുന്നു. കാരണം കുറേ ലൈറ്റും ഇടയ്ക്ക് മറ്റേ പാട്ടൊക്കെ പാടുന്ന സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ മറ്റേ പിയാനോ ഒക്കെ വെച്ച്, കീബോർഡൊക്കെ വെച്ച് പാട്ട് പാടുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. നമുക്കും വേണമെങ്കിൽ കയറി പാടാം. ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ ഒന്നും ഇപ്രാവശ്യം ഈ രാവിലെ ഒന്നും വന്നിട്ട് കാര്യമില്ല. നമ്മൾ 10 മണിക്കൊക്കെ അല്ലേ വന്നത്. അല്ലല്ല, പിയാനോ കീബോർഡ് വേറെ വരും. പഴയ വൈകിട്ടൊക്കെ വന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നീട് ചൂടും രക്ഷയില്ലെന്നാ, ഭയങ്കര വെയിലാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങാറൊക്കെ ആയപ്പം ഫിഷ് സ്പായൊക്കെ തുറന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫിഷ് സ്പായിലും കൂടെ കയറി. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഫിഷ് സ്പായിൽ ഇരുന്നിട്ടാണ് പോയത് കേട്ടോ.
അപ്പോൾ ഇവിടെ തന്നെ ഫുഡ് റിഫ്ലെക്സോളജി ചാർട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള ഓരോ മർമ്മങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരായി തുടങ്ങി കേട്ടോ. നമ്മൾ മോളിൽ നിന്ന് താഴോട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ മൊത്തം ആൾക്കാരിവിടെ. അപ്പോൾ മറ്റേ കുളത്തിൽ കൂടെ മറ്റേ ഒരു ബലൂൺ ഉണ്ടല്ലോ നടക്കണേ, അതൊക്കെ തുറന്നു കേട്ടോ. നമ്മൾ ഇറങ്ങാറായപ്പോൾ എല്ലാം തുറന്നു വന്ന്. 12 മണിക്ക് ശേഷം വന്ന ട്രെയിൻ ഓണായി. പിന്നെ മറ്റേ ആ കുളത്തിൽ ബലൂണിൽ കൂടെ നടക്കുന്ന സംഭവം വന്ന്, മറ്റേ സിപ്പ് ലൈൻ വന്ന് കണ്ട് ഇതുവഴി ഇങ്ങനെ പോകണം. അതൊക്കെ 12 മണിക്ക് ശേഷം തുറക്കുള്ളൂ കേട്ടോ. നമ്മൾ നേരത്തെ ആയിപ്പോയി. ആക്കുളം എക്സ്പ്രസ് എടുത്ത് ഗൈസ്. അങ്ങനെ നമ്മളിതാ ആ കുളത്തിൽ നിന്ന് ഇറങ്ങി. ഇനി എങ്ങോട്ടാണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇങ്ങോട്ടാ പോകണമെന്ന് നോക്കാം. സോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിവിടെ ലുലുവിൻ്റെ അടുത്തുള്ള കേരള ഹോട്ടലിൽ നിന്ന് ഊണം വാങ്ങിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്യുക. TK സൈനിങ് ഔട്ട്. മറ്റൊരു പുതിയ വീട്ടിൽ കാണാം.